ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ഏതായിരുന്നു? നമ്മുടെ എല്ലാവർക്കും ഓർമ്മല്ലേ? ഏതാ? സന്യാസിയും ശിഷ്യനും. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും വായിച്ചാ? എത്ര പ്രാവശ്യം വായിച്ചു? മാം എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു? 5 പ്രാവശ്യം. എല്ലാവരും വായിച്ചില്ലേ? ടെസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് മാം ചോദ്യം ചോദിക്കും, ഉത്തരം നിങ്ങളെല്ലാവരും പറയണം. സന്യാസിയോട് ശിഷ്യൻ ആവശ്യപ്പെട്ടത് എന്താണ്? പുതിയ വസ്ത്രം അല്ലേ? പുതിയ വസ്ത്രം ശിഷ്യന് കിട്ടിയപ്പോൾ ശിഷ്യൻ എന്താ ചെയ്തത്? പഴയ വസ്ത്രം ദൂരെ കളഞ്ഞോ? ഇല്ല, അത് മറ്റു ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു. അതായിരുന്നല്ലോ പാഠത്തിലെ പ്രധാന ആശയം അല്ലേ? അതെ. ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിൻ്റെ ബാക്കി ഭാഗം കുറച്ചുകൂടി ഉണ്ട്, നമുക്ക് അതൊന്നുകൂടി വായിക്കാം. നിങ്ങളെല്ലാവരും ശ്രദ്ധാപൂർവം കേട്ടിരിക്കണം. ഇത് കേട്ട് സന്യാസി മന്ദഹസിച്ചു. എന്നിട്ട് അടുത്തിരുന്ന ശിഷ്യരെ നോക്കി പറഞ്ഞു, കണ്ടില്ലേ, തികച്ചും ഉപയോഗശൂന്യമെന്ന് കരുതുന്ന ഏതു വസ്തുവിനും എന്തെങ്കിലും ഉപയോഗം കണ്ടെത്താൻ കഴിയും. അപ്പൊ എന്താണെന്ന് മനസ്സിലായത്? സന്യാസി മന്ദഹസിച്ചു. മന്ദഹസിക്കുക എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക. എന്നിട്ട് അടുത്തിരിക്കുന്ന കുറെ ശിഷ്യന്മാർ അടുത്തിരിക്കുന്നുണ്ട്. ഈ ശിഷ്യൻ മാത്രമല്ല, സന്യാസിയുടെ അടുത്ത് താഴെ കുറെ ശിഷ്യന്മാരിരിക്കുന്നുണ്ട്. അവരോട് പറയുകയാണ്, കണ്ടില്ലേ, തികച്ചും ഉപയോഗശൂന്യമെന്ന് കരുതുന്ന ഏതൊരു വസ്തുവിനും എന്തെങ്കിലും ഉപയോഗം കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ ഇവിടെ ശിഷ്യൻ എന്താണ് ചെയ്തത്? അവനൊരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അതുവരെ ഉപയോഗിച്ചിരുന്ന മുണ്ട് എന്താ ഉപയോഗിച്ചു? കിടക്കവിരിയായിട്ട് ഉപയോഗിച്ചു. കിടക്കവിരി എന്താ ചെയ്തത്? ജനൽമറയായിട്ട് ഉപയോഗിച്ചു. ജനൽമറയായിട്ടിട്ടിരുന്ന തുണി എന്താ ഉപയോഗിച്ചത്? പാത്രങ്ങൾ ഇറക്കി വെക്കാൻ, ചൂടുള്ള പാത്രങ്ങൾ ഇറക്കി വെക്കാനായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ആ തുണിയെ മാറ്റിയെന്ന് മാം പറഞ്ഞില്ലേ, അതായിട്ട് ഉപയോഗിച്ചു. പാത്രങ്ങൾ പിടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന തുണി കഷ്ണങ്ങളില്ലേ, അതെന്താ ചെയ്തത്? അത് എന്താ ആർക്കും ഓർമ്മ വന്നത്? പാഠം വായിച്ചവർക്ക് ഉത്തരം അറിയാം. എന്താ ചെയ്തിട്ടുണ്ടാവുക? നിലം തുടയ്ക്കാനായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ചൂടുപാത്രങ്ങൾ ഇറക്കി വെക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന തുണി കഷ്ണം നിലം തുടയ്ക്കാനായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഒന്നും വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളും എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ, ഉടുപ്പായാലോ ഡ്രസ്സായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കണം. അവരെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് അവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ അത് പ്രയോജനപ്പെടുത്തിക്കോളും. ഇനി നമുക്ക് അടുത്ത വരി വായിച്ചു നോക്കാം. പ്രകൃതി വിഭവങ്ങളെ ഏറ്റവും മിതമായി ഉപയോഗിക്കുക. ഉപയോഗിക്കാൻ കഴിയുന്നവ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുവഴി മാലിന്യമുക്തമായ ലോകത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. പ്രകൃതി വിഭവങ്ങളെ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതായ വസ്തുക്കൾ. പ്രകൃതി വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതായ വസ്തുക്കൾ. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ജലം, ഉദാഹരണത്തിന് ജലം, വെള്ളം നമ്മൾ അമിതമായിട്ട് പാഴാക്കരുത്. നമ്മൾ കുളിക്കാനൊക്കെ കയറി കുറേ നേരം വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ കൈ കഴുകാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ജലം അമൂല്യമാണ്, ഒരിക്കലും നാശാക്കിക്കള. ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചോളൂ, അനാവശ്യമായി വെള്ളം കളയരുത്. അപ്പോൾ നിങ്ങൾ കൈ കഴുകാനായിട്ട് വെള്ളം എടുത്ത് കുറേ താഴെ ഒഴിക്കുന്നതിന് പകരം ഒരു ചെടിക്ക് ഒഴിക്കുകയാണെങ്കിൽ ആ ചെടിക്ക് ഉപകാരമായി. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു നമുക്ക് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറണം. ഏറ്റവും മിതമായി ഉപയോഗിക്കുക. ഉപയോഗിക്കാൻ കഴിയുന്നവ പരമാവധി പ്രയോജനപ്പെടുത്തുക. നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ അതിൻ്റെ പരമാവധി കാലം നിങ്ങൾ അതിനെപ്പറ്റി പ്രയോജനപ്പെടുത്തണം. നിങ്ങൾക്കത് ഉപയോഗിക്കണം. ഒന്ന് കിട്ടിയ മറ്റൊന്നിനെ പെട്ടെന്ന് കളയരുത്. അതുവഴി മാലിന്യമുക്തമായ ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയും. ഇപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ വലിച്ച് എറിഞ്ഞു കളയാതെ പ്ലാസ്റ്റിക്കിന് തന്നെ വേറെ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമ്മൾ എടുത്തു വെച്ച്, നമ്മളവിടെയൊക്കെ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ വരും, എടുത്തു വെച്ചിട്ട് വേറെ രീതിയിൽ നമ്മൾ കളയുന്ന കവറുകൾ വേറെ കുപ്പികളായിട്ടോ പല രീതിയിൽ പ്ലാസ്റ്റിക്കിനെ തന്നെ പല രീതിയിൽ മാറ്റിയെടുക്കാനായി കഴിയും. ആ രീതിയിലേക്ക് നിങ്ങളതിനെ പ്രയോജനപ്പെടുത്തണം എന്നാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പറയുന്നത്. ഈ പാഠഭാഗത്ത് വരുന്ന അർത്ഥം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും മാം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വസ്ത്രം, വസ്ത്രത്തിന് എന്താണ് നമ്മൾ മീനിങ് എഴുതിയിരിക്കുന്നത്? വസ്ത്രം തുണി, നിലം തറ, ഉപയോഗശൂന്യം ഉപയോഗിക്കാൻ കഴിയാത്തത്, മന്ദഹാസം പുഞ്ചിരി. ഇപ്പോൾ ഇതിന് 4 വേർഡ്സാണ് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും ഓർമ്മ വന്നല്ലോ. ഇനി ഇതിലെ പര്യായ പദങ്ങളെ 2 പര്യായ പദങ്ങളെ പഠിക്കാനുള്ളൂ. വസ്ത്രം പര്യായം വളരെ എളുപ്പമാണ്. വസ്ത്രം പര്യായം ആട ചേല. വസ്ത്രം പര്യായം ആട ചേല. ലോകം പര്യായം വിശ്വം, ഉലകം. മനസ്സിലായല്ലോ? അപ്പോൾ പാഠഭാഗം നല്ലപോലെ വായിക്കണം, ടെസ്റ്റ് വായിക്കണം, ഞാൻ തന്നെ നോട്ട്സ് എഴുതിയെടുക്കണം. ഇനി അടുത്തൊരു പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.